من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും എവിടെയും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മൾ പലപ്പോഴും പെട്ടെന്നുള്ള മരണവാർത്തകൾ കേൾക്കുന്നവരാണ്. അങ്ങനെ പെട്ടെന്ന് മരിക്കുന്ന ഒരാളായിരിക്കുമോ ഞാനും നിങ്ങളും? നമ്മളൊന്ന് ഉറ്റാലോചിക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് പള്ളിയിലുണ്ട്, നാളെ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് പരിചിതരായ ഒരുപാട് പേർ നമ്മിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഏറ്റവും അടുത്തവർ, ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമുക്ക് ഏറ്റവും സ്നേഹമുണ്ടായിരുന്നവർ ചിലരൊക്കെ നമ്മിൽ നിന്ന് മറഞ്ഞു പോയവരാണ്. അപ്പോൾ നമ്മളും ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ പല അസുഖങ്ങളും, ഒന്നുമില്ലെങ്കിലും അവിടെയൊക്കെ ചിലപ്പോൾ വേദനകളും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ വഴിയാത്രയ്ക്കിടയിൽ നമുക്ക് ഒരുങ്ങിയിരിക്കാനുള്ള ഏറ്റവും നല്ല സുലഭമായ അവസ്ഥകൾ, ചാൻസുകൾ, അവസരങ്ങൾ അതെന്തൊക്കെയാണ്? നമുക്കറിയാം, തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ജീവനാണ്. അത് സുന്നത്ത് എന്ന് പറഞ്ഞാലോ അത് ഇസ്ലാമിൻ്റെ ശ്വാസമാണ്. രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. ജീവനുണ്ടാണെങ്കിൽ ശ്വാസമാണ്. ശ്വാസം ഉണ്ടാകുമ്പോൾ എപ്പോഴാണ് അത് ജീവനുള്ളിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികൾ. അതുകൊണ്ടാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്, അസ്സുന്നത്തു സഫീനത്തു നൂഹ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നൂഹ് നബിന്റെ കപ്പലാണ്. മൻ റകിബഹാ നജ. ആ സുന്നത്തിൽ ആരാണ് കയറിയത്, ആ കപ്പൽ ആരാണ് കയറിയത്, അവൻ വിജയിച്ചു. വമൻ തഖല്ലഫ അൻഹാ ഗറഖ. ആ കപ്പലിൽ ആരാണ് കയറാതിരുന്നത്, ആ സുന്നത്ത് ആരാണ് വഹിക്കാതിരുന്നത്, അവൻ മുങ്ങി മരിച്ചു എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്. സഹോദരന്മാരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരുപാട് സുന്നത്തുകളെ കുറിച്ച് നമ്മിൽ പലരും ചിലപ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കും. ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ വുളു സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ വുളു ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിൽ കയറ്റുന്ന രീതി അതെങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, അസ്ബിഖുൽ വുളൂഹ വഖല്ലിൽ ബൈനൽ അസാബിയ വബഗാലിക ഫിൽ ഇസ്തിൻഷാഖ് ഇല്ലാ അൻ തകൂന സായിമൻ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുമ്പോൾ കാലുകൾക്കിടയിൽ അല്ലെങ്കിൽ കൈവിരലുകൾക്കിടയിൽ വിരലുകൾ ഇങ്ങനെ കയറ്റിയെടുക്കും. വെറും കാലിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കലല്ല, കാലിൻ്റെ വിരലുകളിലൂടെ വിരലുകൾ ഇങ്ങനെ കടത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി എത്തിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നോമ്പുകാരനല്ലാതിരിക്കാൻ. നോമ്പുകാരനാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിൽ വെള്ളം കയറ്റാറില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയാക്കി വുളു എടുക്കുകയാണ് ചെയ്യാറ്. എന്നാൽ സാധാരണ സമയത്ത് ഒന്നും എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. എങ്ങനെയായിരുന്നു? ഇപ്പോൾ വെള്ളം ഇങ്ങനെ എടുക്കും, വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ വായിലേക്ക് കുപ്പിക്കും,
വെച്ച് മുകളിലേക്ക് ഇങ്ങനെ വലിക്കും. അല്ലെങ്കിൽ വായിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂക്കൊണ്ട് വലിക്കും. എന്നിട്ട് എടുത്ത് കൈ എടുത്തിട്ട് എന്താക്കും, അത് ചീറ്റിക്കളയും. അപ്പൊ മൂക്കിൽ വെള്ളം കയറ്റുക എന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അത് മൂക്കിൽ വിരൽ കയറ്റുക എന്നതല്ല, അല്ലെങ്കിൽ ഇങ്ങനെ തടവടി പോകുക എന്നതല്ല. മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കാറുണ്ടായിരുന്നത് എന്നാണ്. അത് എത്ര പ്രാവശ്യമാണ്? അത് 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആവർത്തിക്കാറുണ്ട്. ഔ ബല്ലമൽമ വസൻഷക മിൻ കഫത്തിൻ വാഹിദത്തിൻ ഫഫല ദാലിക സലാസ. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ വിരലുകൾക്കിടയിൽ നമ്മുടെ കൈകൾ വിരലിൽ കയറ്റുക എന്നതും മൂക്കിൽ വെള്ളം കയറ്റുക എന്നതും അത് സുന്നത്തിൽപ്പെട്ട സംഗതിയാണ്. അത് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരിക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വുളു രൂപം ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ അതിങ്ങനെ കേട്ടു. അപ്പോൾ ഒരു ശിഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലേ ഉസ്താദ്, വുളു ചെയ്യുമ്പോൾ കാൽ വിരലുകൾക്കിടയിൽ കൈ വിരലുകൾ ഇങ്ങനെ കയറ്റാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ എന്നാണ്. ഇമാം മാലിക്കിന് പെട്ടെന്നത് ഹദീസ് അദ്ദേഹത്തിന് എത്തിയിരുന്നില്ല. അദ്ദേഹം പിന്നീട് പഠിച്ചിട്ട് അത് തിരുത്തുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മളൊക്കെ കുളിക്കാറുണ്ട്. ഇപ്പൊ ജനാബത്തായിട്ട് കുളിക്കുന്നവരുണ്ട്. അങ്ങനെ കുളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കുളിക്കാറ്? സാധാരണഗതിയിൽ ഷവറിൽ നിന്ന് വെള്ളം തുറന്നുകൊണ്ടാണോ, അതല്ലെങ്കിൽ വുളു എടുത്തുകൊണ്ടാണോ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളിയെ പറ്റി പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജനാബത്തി ഗസല യദൈ സുമ്മ തവല്ല വുളുഅഹു ലിസലാത്തി സുമ്മ ഗസല. അതായത് വുളുവിനെ നമ്മൾ വുളു എടുക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ വേണ്ടി വുളു എടുക്കാറുണ്ടെന്ന്. കുളിക്കാൻ വേണ്ടി വുളു എടുക്കും, കാല് കഴുകാറില്ല. കുളിച്ച് ശരീരഭാഗത്തിൽ എല്ലായിടത്തും കൈകടത്തുണ്ടൊക്കെ കൈകടത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് അങ്ങോട്ട് മാറി എന്നിട്ട് കാലുകൾ കഴുകാറുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജനാബത്തിന്റെ കുളിയൊക്കെ നമ്മൾ കുളിക്കുന്നതാണ്, അല്ലാത്ത കുളിയും നമ്മൾ കുളിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 രീതിയാണ് അനുവർത്തിച്ചിരുന്നത്. ഒന്ന്, വുളു പൂർണ്ണമായ രീതിയിൽ എടുക്കുക, കാല് കഴുകാതെ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാറ്. എന്നിട്ട് കുളിയുടെ അവസാനമായിരുന്നു കാലുകൾ കഴുകാറുള്ളത് എന്നാണ്. അത് നമ്മളൊക്കെ കുളിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു പ്രധാനം നമ്മൾ ആ കുളികൾക്ക് നമ്മൾ കൽപ്പിക്കാറുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതുപോലെ ഹാഫിദ് ഇബ്നു ദഖീഖ് അൽ സഈദ് അദ്ദേഹത്തിന്റെ അഹ്കാമുൽ അഹ്കാം ഷർഹുൽ ഉംദത്തുൽ അഹ്കാമിൽ പറയുന്നുണ്ട്, അതായത് നിസ്കാരത്തിന് വുളു നിർമ്മിക്കുന്നതിൽ എന്നതിൽ നിന്നും കുളിക്കുമ്പോഴും ആദ്യം വുളുവിന്റെ അവയവങ്ങൾ കൊണ്ട് ആരംഭിക്കണം എന്നതിൽ സംശയമില്ല. അതായത് എല്ലാ സാധാരണഗതിയിലും ഇങ്ങനെയാണ് കുളിക്കേണ്ടത് എന്നാണ് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം. ഇപ്പൊ നമ്മളൊക്കെ ബ്രഷ് ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ ബ്രഷ് ചെയ്യൽ എപ്പോഴാണ്? അത് രാവിലെ എഴുന്നേറ്റാൽ മാത്രമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാലമു ഇല്ലാ വസിവാഖു ഇൻദ റഅസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ ഭാഗത്ത് സിവാക്ക് വെച്ചുകൊണ്ടായിരുന്നു കിടന്നുറങ്ങാറുണ്ടായിരുന്നത്. അങ്ങനെയല്ലാതെ ഉറങ്ങാറില്ല എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴാണ് ഉണരുന്നത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗലാ അൻ അശഖു അലാ ഉമ്മത്തി ലഅമർതുകും ബിസിവാകി ഇൻദ കുല്ലി സലാ. അത് എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെയും കൂടെ നിർബന്ധമായും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നതാണ്. എൻ്റെ ഉമ്മത്തിനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കാതിരുന്നത്. മറിച്ച് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാ നിസ്കാരത്തിൻ്റെയും കൂടെ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. ഇമാം നവവി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവി പറയുന്നത് 5 സമയങ്ങൾ അത് കൂടുതൽ പുണ്യകരാണ്. ഏതാണെന്ന് അറിയും? 1 നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, 2 വുളു നിർവഹിക്കുമ്പോൾ, 3 ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, മറ്റൊന്ന് ഉറക്കൽ നിന്ന് ഉണരുമ്പോൾ, മറ്റൊന്ന് വായപ്പകർച്ചയുണ്ടായിരുന്നു. എങ്ങനെ വായപ്പകർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മുടെ വായക്കിൽ ഒരു നാറ്റമുണ്ടാവും. അതുപോലെ തന്നെ ദീർഘസമയം ഭക്ഷണം കഴിക്കാതിരിക്കുക, അധിക സമയം കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ വായിൽ നിന്ന് ചിലപ്പോൾ ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ എന്താണ്? പല്ല് തേക്കൽ പുണ്യകരമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ വീട്ടിൽ പ്രവേശിച്ചാൽ ഉടനെ ബ്രഷ് ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാം, നമ്മൾ മുമ്പ് ഒരു ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്, ബി അയ്യി ഷൈഇൻ കാന യബ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതു ഖാലത്ത് ബിസിവാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ എന്താണ് ആദ്യമായി ചെയ്യാറുണ്ടായിരുന്നത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അദ്ദേഹം മിസ്വാക്കാണ് ചെയ്യാറുണ്ടായിരുന്നത്. മിസ്വാക്കാണ് ചെയ്യാറ്, ആദ്യം ബ്രഷാണ് ചെയ്യാറായിരുന്നത് എന്ന് പറയുക. അതുപോലെ
ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകാം. അപ്പൊ നമ്മളൊക്കെ ബാങ്ക് കേൾക്കുമ്പോൾ ഉത്തരം നൽകലുണ്ട്, എല്ലാ സമയത്തും ഇല്ല. സാധാരണ പള്ളിയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ ഉത്തരം ചെല്ലാറുണ്ട്. എന്നാൽ അത് സ്ഥിരപ്പെട്ട സുന്നത്താണ്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഉത്തരം നൽകുക എന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമയത്തു മുന്നിദ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. മുഅദ്ദിൻ എന്താണോ പറയുന്നത് അതുപോലെ പറയുക. ഇപ്പൊ ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ എന്നിവ പറയുമ്പോൾ അത് പറയണ്ട, അതുപോലെ പറയണ്ട. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ് പറയേണ്ടത്. എന്നാൽ മറ്റുള്ള ഏത് രീതിയിലും എന്താണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അത് ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മികച്ച സുന്നത്താണ്. അതുപോലെ തന്നെ ഇബ്നു ഖുദാമനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇഖാമത്ത് ചെല്ലുമ്പോഴും അത് ഏറ്റുചൊല്ലൽ എന്താണ്, ഏറ്റുചൊല്ലൽ അത് സുന്നത്താണ്. അതുപോലെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയിട്ട് വസീലയും ഫളീലയ്ക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പൊ നമ്മൾ 100 ബാങ്ക് കേൾക്കാറുണ്ട്, സാധാരണ എല്ലാ ദിവസങ്ങളിലും അസ്ർ ബാങ്ക് കേൾക്കാറുണ്ട്. എങ്ങനെയാണത് പ്രാർത്ഥിക്കേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇദാ സമയത്തുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ നിന്ന് നിങ്ങൾ ബാങ്ക് കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സല്ലു അലൈഹി ഫഇന്നഹു മൻ സല്ല അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഅശ്റ. നിങ്ങൾ ബാങ്ക് അതുപോലെ പ്രതിവചിക്കുക, അതുപോലെ മറുപടി കൊടുക്കുക. എന്നിട്ട് എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുക. സുമ്മ സല്ലല്ലാഹു അലൈഹി വസീല ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി വസീല ചോദിക്കണം. അത് എന്താണ്? അത് സ്വർഗ്ഗത്തിൽ ഒരു പദവിയാണ്. ലാ തൻബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ. അത് അല്ലാഹുവിന്റെ അടിമകളിൽ ഒരാൾക്കല്ലാതെ വേറെ ആർക്കും കിട്ടാത്ത പദവിയാണ്. അതുകൊണ്ട് അത് എനിക്ക് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളത് അല്ലാഹുവിനോട് ചോദിക്കണം. വഅർജു അൻ അകൂന അന ഹുവ. എനിക്കാണ് ആ പദവി കിട്ടേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫമൻ സാലലിൽ വസീല ഹല്ലത്ത് ലഹു ശഫാ. ആരാണ് എനിക്ക് വേണ്ടി വസീലത്ത് ചോദിക്കുന്നത് അവനെ നാളെ എൻ്റെ ശുപാർശയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല വബസു മകാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്നാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഈ പരിപൂർണമായ പ്രാർത്ഥനയുടെയും ആസന്നമായ നിസ്കാരത്തിന്റെ നാഥനായ അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ വസീല ഫളീല എന്നീ സ്ഥാനങ്ങൾ നൽകണമേ. നീ വാഗ്ദാനം ചെയ്ത സ്തുത്യർഹമായ പദവിയിലേക്ക് അദ്ദേഹത്തെ നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ എൻ്റെ ശുപാർശ അവന് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് കേൾക്കുമ്പോൾ മൻ ഖാല ഈന യസ്മുൽ മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബാ വബിമുഹമ്മദിൻ റസൂലാ വബിൽഇസ്ലാമി ദീനൻ ഗുഫിറ ലഹു ദൻബഹു. ആരെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ റസൂലാ വബിൽഇസ്ലാമി ദീനാ എന്ന് ചൊല്ലിയാൽ അതൊരു മഹത്തരമായ കാര്യമാണ്, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന. ബാങ്ക് കേൾക്കുമ്പോൾ ചൊല്ലാം, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചൊല്ലാം. പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോഴാണോ ചൊല്ലേണ്ടത്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണോ ചൊല്ലേണ്ടത്? ഏതായാലും പ്രശ്നമില്ല. ആ ചെല്ലല് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുണ്യകരമായ സംഗതിയാണ്. അതുപോലെ നിസ്കാരത്തിൽ മറ സ്വീകരിക്കാം. ഇപ്പൊ നമ്മൾ വലിയ വിശാലമായ പള്ളിയിലേക്ക് ചിലപ്പോൾ പ്രവേശിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് അങ്ങ് നിസ്കരിക്കും, അല്ലെങ്കിൽ ചുമരിന്റെ അടുത്തേക്കോ തൂണിന്റെ അടുത്തേക്കോ പോയിട്ട് വേണം നമ്മൾ നിസ്കരിക്കണമെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, ഇദാ കാന അഹദുക്കും യുസല്ലി, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫലാ യദഅ അഹദൻ യമുറു ബൈന യദൈ, നിസ്കാരത്തിന്റെ മുന്നിലൂടെ ആരെങ്കിലും പോയാൽ അവനെ നടക്കാൻ അനുവദിക്കരുതെന്നാണ്, അവനോട് യുദ്ധം ചെയ്യട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ, നമ്മുടെ നിസ്കാരത്തിന് മുന്നിലോട്ട് ഒരാൾ ഇങ്ങനെ പോയി, അയാൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം, നമുക്ക് തടുക്കാം, നിസ്കാരത്തിൽ തടുക്കാം. അവനോട് മാറ്റി നിർത്തട്ടെ, അവനെ ശക്തമായി തടുക്കട്ടെ. തീർച്ചയായും അവന്റെ കൂടെ എന്തുണ്ട്? പിശാചുണ്ട്. നിങ്ങളെ നിസ്കാരത്തിൽ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ നടന്നത്, അതുകൊണ്ട് അവനെ ബ്ലോക്ക് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാണാം, ഇദാ വല അഹദുക്കും ബൈന യദൈഹി മിസ്ലൽ മുഅഖിറത്തി റഹ്ലി ഫൽയുസല്ലി വലാ യുബാലി മൻ മറ വറാഅ ദാലിക. ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ മുഅഖിറത്തുർ റഹ്ലി,
എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒട്ടകപ്പുറത്തൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മരക്കഷ്ണം ഇങ്ങനെ കെട്ടുമായിരുന്നു. അങ്ങനെയുള്ള മരക്കഷ്ണമാണ് നിങ്ങൾ മറയായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ആര് നടന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള മറ, ചെറിയൊരു മറ, അത് സ്വീകരിച്ചിട്ട് അതിനപ്പുറം ആര് നടന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാന ബൈന മുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ജിദാരി മംറൂഷാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചുവരിന്റെ മടിയിൽ നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ആട് സഞ്ചരിക്കാനുള്ള ദൂരമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഇലാ സൂത്രതി ഫൽയദുൻ മിൻഹാ ലാ യഖ്തതി ശൈത്താനു അലൈഹി സ്വലാത്തുഹു. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഒരു മറ സ്വീകരിച്ച് അതിനോട് അടുത്ത് നിന്ന് നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. മറയിൽ വേണം നിങ്ങൾ നിസ്കരിക്കണമെങ്കിൽ, ഒരു മറ സ്വീകരിച്ചു കൊണ്ട് വേണം നിങ്ങൾ നിസ്കരിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ഒട്ടകപ്പുറത്ത് വെക്കുന്ന മരക്കഷ്ണമായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിസ്കരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അതാണ് അടിസ്ഥാനപരമായ കാര്യം. മറ്റൊന്ന്, ശുദ്ധിയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെരിപ്പും അതുപോലെ തന്നെ കുഫയും ഒക്കെ ധരിച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. ചില സഹോദരന്മാർ സോക്സ് ഒക്കെ ഇട്ടത് പുറത്ത് കഴിച്ചിട്ട് പള്ളിയിലേക്ക് കയറും. സോക്സോടെ കാര്യം വരാം, നല്ല സോക്സ്, ശുദ്ധിയുള്ള സോക്സ് ആണെങ്കിൽ. അതുപോലെ ചെരുപ്പ് ധരിച്ച് വല്ലപ്പോഴും നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. അങ്ങനെ നമ്മളെപ്പോഴും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കാണാം, ചോദിച്ചു, അകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീനാ അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൂ ഇട്ട് നിസ്കരിക്കാറുണ്ടോ, ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാറുണ്ടോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, നഅം, അത് നിസ്കരിക്കാറുണ്ട്. പ്രഗത്ഭ പണ്ഡിതനായ ശൈഖ് ഉസൈമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് കേട്ടോ, ഷൂ നിസ്കരിക്കൽ സുന്നത്താണ്. ഹദീസ് പണ്ഡിതനായ മുഖ്തിൽ ബിൻ ഹാദിൽ വാദി അൽ യമാനി പറയുന്നത്, ജനങ്ങൾ കൈയൊഴിച്ചു പോയ സുന്നത്താണ്. ജനങ്ങൾ കൈയൊഴിച്ചു പോയ സുന്നത്താണ്. ചെരുപ്പ് ഇട്ട് നിസ്കരിക്കാതിരിക്കുന്നത് അത് ജനങ്ങൾ കൈയൊഴിച്ചു പോയ സുന്നത്താണ്. പള്ളിയിൽ ഫാഷന്റെ മുകളിൽ ചെരുപ്പ് ധരിച്ച് കയറണം എന്നല്ല പറഞ്ഞത്. മറിച്ച് വീടുകളിൽ ഒരു സ്വസ്ഥമുണ്ട്, ഒരു ടെറസിന്റെ മുകളിൽ നമ്മൾ എന്താക്കുന്നു, ഒരു സുന്നത്ത് നിസ്കരിക്കുന്നു. അപ്പൊ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാം, ഷൂ ധരിച്ച് നിസ്കരിക്കാം, അത് സുന്നത്തിൽപ്പെട്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ പള്ളിയിൽ ഏത് സന്ദർഭത്തിൽ കയറിയാലും, ഇത് ദഖല അഹദുക്കുമുൽ മസ്ജിദ്, നിങ്ങൾ പള്ളിയിൽ കയറിയാൽ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, പാടുള്ളതല്ല, വിരോധിച്ച സംഗതിയാണ്. പള്ളിയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ 2 റകഅത്ത് നിസ്കരിച്ചുകൊണ്ടായിരിക്കണം ഇരിക്കണമെങ്കിൽ. അത് ഇമാം ഖുത്ബ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സഹാബികളിൽ നിന്ന് കാണാം എന്നത്, അങ്ങനെ നിസ്കരിച്ചവനെ എഴുന്നേൽപ്പിച്ചിട്ട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞ കൽപ്പന കാണാം. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പള്ളിയിൽ വന്നൊന്നും ഇരിക്കുന്നുണ്ടോ, 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വേണം ഇരിക്കണമെങ്കിൽ. അത് മീറ്റിംഗ് ആയാലും യോഗ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നാലും, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങട്ടെ, അങ്ങനെ ഉണ്ടല്ലോ, പള്ളിയിൽ ഉറങ്ങാം, അങ്ങനെ വിചാരിച്ച് പള്ളിയിൽ കയറിയാലും 2 റകഅത്ത് നിസ്കരിച്ചിട്ട് വേണം അയാൾ ഇരിക്കണമെങ്കിൽ. അതാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ്. അത് നമുക്ക് വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അതാണ് പണ്ഡിതന്മാരോട് ചോദിക്കുന്നത്, അത് വാജിബാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരാരും വാജിബ് എന്ന് നൽകിയിട്ടില്ല ഉത്തരം. പക്ഷെ അത് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സഫ് ശരിപ്പെടുത്തുക എന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് നിന്നാൽ എപ്പോഴും പിന്നിലേക്ക് തിരിഞ്ഞിട്ട് പറയും, അഖീമു സുഫൂഫക്കും വതറാസു, നിങ്ങൾ സഫ് ശരിപ്പെടുത്തണം, നിങ്ങൾ അടുത്തടുത്ത് നിൽക്കണം. ഇന്ന് നമ്മുടെ ഇമാമുമാരിൽ നിന്ന് അന്യം നിന്ന സംഗതിയാണത്. ഇമാമുമാർ അത് ചെല്ലില്ല, സുഫൂഫൊക്കെ പറയില്ല, അഖീമു സുഫൂഫൊക്കെ പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാതെ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, അഖീമു സുഫൂഫക്കും വതറാസു ഫഇന്നി അറാക്കും മിൻ വറാഹി ളഹരി, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അവിടെ സഫ് ശരിയില്ല, ഒന്നിച്ച് നിൽക്ക്. ഇസ്തവു വലാ തഖ്തലിഫു ഫതഖ്തലിഫു ഖുലൂബുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താക്കണം, നിങ്ങൾ നേരെ നിൽക്കണം, ഭിന്നിക്കാതിരിക്കണം. അങ്ങനെ ഭിന്നിച്ചാൽ നിങ്ങളുടെ ഹൃദയം ഭിന്നിക്കാൻ കാരണമാകുമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. ലതസുവന്ന സുഫൂഫക്കും ഔ യുഖാലിഫന്നല്ലാഹ ബൈന വുജൂഹിക്കും, നിങ്ങൾ സഫുകൾ ശരിപ്പെടുത്തണം, അല്ലാത്ത പക്ഷം നിങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നിപ്പിക്കുന്നതാണെന്നാണ്. ഇത് ഇമാമുമാരിൽ നിന്ന് വളരെ കുറഞ്ഞു വരുന്നൊരു പ്രവണതയാണ്. അവർ പിന്നോട്ടേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിലോ ജനങ്ങളുടെ അടുത്ത് നിൽക്കാനോ ഈ രൂപത്തിൽ ഒരുമിച്ച് നിൽക്കാനോ പറയാറില്ല എന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഈ സഫ് നിൽക്കുന്നതിൽ ഗുളുവായൊരു വശമുണ്ട്.
അതായത് കാലിങ്ങനെ വിടർത്തിയിട്ട് അന്യന്റെ കാലിൽ ചവിട്ടി നിൽക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാവധി ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ വളയാതെ അടുത്തടുത്ത് നിൽക്കുക എന്നതാണ്. ചുമലോട് ചുമല്, കാലോട് കാല് അടുത്തടുത്ത് നിൽക്കുക. കാല് വിടർത്തി നിൽക്കല്ല. നമ്മുടെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചുമലിന് അനുസൃതമായിരിക്കണം നമ്മുടെ കാല് നിൽക്കേണ്ടത്. അന്യന്റെ കാലിന് ചവിട്ടണം എന്ന് വിചാരിച്ച് കാലിങ്ങനെ വിടർത്തി നിൽക്കുക, ചുമല് കുറെ ദൂരെയാകുക, അത് പഠിപ്പിക്കപ്പെട്ട രീതിയല്ല. അടുത്ത് നിൽക്കുക, അതെന്താണ്? അത് നിസ്കാരത്തിന്റെ ഭംഗിക്കും സഫിന്റെ ഭംഗിക്കൊക്കെ ഏറ്റവും ഉത്തമമായ സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, സുബഹിക്ക് മുമ്പ് നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൽ നമുക്കറിയാം ഖുലിയൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിൽ ചെല്ലൽ എന്താണ്? അത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ റക്അത്തിൽ ഫജ്ർ ഖുലിയൽ കാഫിറൂൻ വഖുൽ അല്ലാഹു അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഖുലിയൽ കാഫിറൂനും അതുപോലെ തന്നെ ഖുൽ അല്ലാഹു അഹദും രണ്ടാമത്തെ സൂറത്തിൽ ഖുൽ അല്ലാഹു അഹദുമാണ് ഓതാറുണ്ടായിരുന്നത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫീ റക്അത്തിൽ ഫജ്ർ ഫിൽ ഊലാ മിൻഹുമാ. സുബഹിക്ക് മുമ്പുള്ള റക്അത്തിൽ സൂറത്തു ബഖറയിലെ 136ാമത്തെ വചനം ഓതാറുണ്ട്. അതേതാണ്? ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ എന്നത് ഒന്നാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. ഈ ഒരു ആയത്ത്. രണ്ടാമത്തെ ആയത്ത് ആൽ ഇംറാനിലെ 64ാമത്തെ വചനം, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ എന്ന രണ്ടാമത്തെ വചനം സൂറത്ത് ആൽ ഇംറാനിലെ 64ാമത്തെ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ റക്അത്തിൽ ഫജ്റിന് മുമ്പുള്ളത് ഓതാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിസ്കാരത്തിലോ അല്ലാത്തപ്പോഴോ ഖുർആനിക പാരായണം കേൾക്കുമ്പോൾ അഭയതെട്ട പ്രാർത്ഥനകളുണ്ട്, ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിസ്കാരത്തെ പറ്റി കാണാം, ഇദാ മർറ ബിആയാതി ഫീഹാ തസ്ബീഖുൻ സബ്അ. അല്ലാഹുവിനെ സ്തുതിക്കുന്ന ആയാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയും. സുബ്ഹാനല്ലദീ അൻസല എന്നൊക്കെ നിങ്ങൾ ആയത്തുകൾ ഇങ്ങനെ വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കും. വൈദാ മർറ ബിസുആലിൻ സഅല, ചോദ്യങ്ങൾ, എന്തെങ്കിലും അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഓതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കും? അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കും. എന്തെങ്കിലും അഭയപ്പെട്ട പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി നഊദു ബില്ലാഹി അല്ലാഹുൽ മുസ്തആൻ എന്നിങ്ങനെ വാക്കുകൾ ഉപയോഗിക്കും. അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് സഹാബികൾ പറഞ്ഞു. ഇതും ഇന്ന് നമ്മുടെ ഇമാമുമാരിൽ എണ്ണി നിൽക്കുന്ന സംഗതിയാണ്. വളരെ എണ്ണി നിൽക്കുന്ന സംഗതി. ഗൾഫിലോ മറ്റോ സലഫുകളുടെ പാത പിന്തുടരുന്ന ചില ഇമാമികൾ കാണാമെങ്കിലും പൊതുവായി നമുക്കിടയിൽ ഇത് കാണുന്ന ഒരു പ്രവണതയില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സഹോദരന്മാരെ, നമ്മൾ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ദീർഘിപ്പിക്കുക എന്നത്. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തുണ്ടല്ലോ, അത് ദീർഘിപ്പിക്കുക. എഴുത്തിയാല് നമ്മുടെ നൃത്തമുണ്ടല്ലോ, അതും ദീർഘിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, മാ ബൈന തസ്ലീമി വൽ ഇൻസിറാഫി ഖരീബൻ മിനസ് സമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂയിലും എഴുത്തിയാലിലും സുജൂദിലും അതിന്റെ ഇടയിലും പിന്നെ സുജൂദിലൊക്കെ ഒരുപോലെയാണ് ചെയ്യാറുണ്ടായത്. ഒരേ സമയം പോലെയാണ്. എങ്ങനെ? ഇപ്പൊ റുകൂയിലേക്ക് പോയി എത്ര സമയമാണ് എടുത്തത്? അതായിരുന്നു എഴുത്തിയാലുണ്ടായിരുന്നത്. എഴുത്തിയാലിൽ നിന്ന് സുജൂദിലേക്ക് പോയ എത്ര സമയമാണ് എഴുത്തിയാലുണ്ടായിരുന്നത്? അതാണ് സുജൂദിനുണ്ടായിരുന്നത്. സുജൂദിന്റെ ഇടയിലുണ്ടല്ലോ ആ ഇരുത്തം എങ്ങനെയാണ്? ആ സുജൂദിന് എത്ര സമയമാണ് ഉണ്ടായിരുന്നത്? അതേ സമയമാണ് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന് ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കല് സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട്, അനസ് നിർവഹിച്ചതുപോലെ നിങ്ങളാരും നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അനസ് ബിൻ മാലിക് ജീവിച്ചിരിക്കുമ്പോഴാണ്. അനസ് റളിയല്ലാഹു അൻഹു നിസ്കാരം ഞാൻ കണ്ടു. അദ്ദേഹം മറ്റൊരു സഹാബിയാണ്. അദ്ദേഹം നിർവഹിച്ചതുപോലെ ഞാൻ ആരും നിങ്ങളെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തുണ്ടല്ലോ, അദ്ദേഹം മറ്റേ സുജൂദിലേക്ക് പോകാൻ മറന്നോ എന്ന് പിന്നിലുള്ള ആൾക്കാർ ശങ്കിക്കുമാർ അദ്ദേഹം അങ്ങനെ ചെയ്യാറുള്ളതാണ്. അദ്ദേഹത്തിന് എഴുത്തിതാലുണ്ടല്ലോ, ആ എഴുത്തിതാൽ അദ്ദേഹം സുജൂദിലേക്ക് പോകാൻ വേണ്ടി മറന്നോ എന്ന രീതിയിൽ അദ്ദേഹം എഴുത്തിതാലിൽ നിൽക്കാറുണ്ടായിരുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും
നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ അന്യം നിന്ന ഒരു സംഗതിയാണ് ഈ സംഗതി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി സാദുൽ മആദിൽ പറഞ്ഞിട്ടുണ്ട്, മേൽ പറയപ്പെട്ട സുന്നത്തുണ്ടല്ലോ, ഈ സുന്നത്തുണ്ടല്ലോ ഇന്ന് അധികം ആൾ വിസ്മരിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഈ ദൈർഘ്യത്തിന്റെ അളവ് അത് അധികം ആളുകളിലും വിസ്മരിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ അത്തിയാത്തിൽ ഇരുന്നാല് വിരലിലേക്ക് നോക്കാം. സുജൂദിന്റെ സ്ഥാനത്തേക്കല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ വിരലുകൾ ഇങ്ങനെ ചൂണ്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാം, വകാന റഫഉ ഇസ്മു യുഹരിഖു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ ഇങ്ങനെ അനക്കും അല്ലെങ്കിൽ ചൂണ്ടി നിൽക്കും. രണ്ട് വ്യത്യസ്ത ഹദീസുകളുണ്ട്. വിരലുകൾ അനക്കലും സുന്നത്തിൽപ്പെട്ടതാണ്, അല്ല അതല്ല അതിങ്ങനെ ചൂണ്ടി നിൽക്കലും എന്താണ്, അത് സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷേ ആ വിരലുകളിലായിരിക്കണം നമ്മൾ നോക്കി നിൽക്കേണ്ടത്. നമ്മളവിടെ സുജൂദിന്റെ സ്ഥാനത്തല്ല, വിരലുകൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുക എന്നത്. നമ്മളിൽ അധിക പേരും വിസ്മരിച്ച മഹാ അബദ്ധകരമായ സംഗതിയാണ് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കാം. എങ്ങനെ? ഇപ്പൊ ളുഹറിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്, ജുമാക്ക് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്, അസ്ർ ജമാഅത്ത് പള്ളിയിൽ നിർവഹിച്ച് നമ്മൾ പോകുന്ന എവിടത്തേക്കാണ്? വീട്ടിലേക്കാണ്. പക്ഷെ നമ്മൾ എവിടെ വെച്ചിട്ടാണ് സുന്നത്ത് നിസ്കരിക്കുന്നത്? വീട്ടിൽ വെച്ച്, പള്ളിയിൽ വെച്ചിട്ടാണ്. ഇപ്പൊ മഗ്‌രിബിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ശേഷം നമ്മൾ റവാത്തിബ് നിസ്കരിക്കുന്നു, പള്ളിയിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ഇശാക്ക് ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്നാലും നമ്മൾ നിസ്കരിക്കുന്ന എവിടുന്ന? പള്ളിയിൽ വെച്ച്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇമാം നബി പറയുന്നത്, ഇവിടെ പറയപ്പെട്ടത് ഫർള് നിസ്കാരങ്ങളല്ലാത്ത റവാത്തി നിസ്കാരങ്ങളും അവയല്ലാത്ത നിസ്കാരങ്ങളും ഉൾപ്പെടെ എല്ലാറ്റിനും ബാധിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് അത് വീടാണ്. ശരിക്കും ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മക്കത്ത് വെച്ചിട്ട് ഒരാൾ ഹറമിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കലാണോ പുണ്യം, അതല്ല മക്കത്തുള്ള ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കലാണോ പുണ്യം? അപ്പൊ അദ്ദേഹം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പഠിപ്പിച്ചേ? മദീനയിലുള്ള ജനങ്ങളോടാ പഠിപ്പിച്ചത്, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മദീന പള്ളിയിൽ നിസ്കരിക്കുന്നതിനെക്കാട്ടിയും സുന്നത്തിന് ഏറ്റവും പുണ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് അത് വീട്ടിൽ വെച്ചിട്ടാണ്. ഫസല്ലു അയ്യുഹൻ നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളല സലാത്തിൽ മർഇ ഫീ ഫൈതി ഇല്ലാ സലാത്തുൽ മക്തൂബ. ആ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കണം. നിശ്ചയം ഒരു മനുഷ്യന്റെ നിസ്കാരങ്ങളിൽ ഫർള് നിസ്കാരമല്ലാത്തത് അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്തരം വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകളെ പറ്റി സദാ ജാഗ്രത കാണിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരായി തീരാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് പലസ്തീനിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ശുഭപ്രതീക്ഷയുടെ വാർത്തയാണ്. 2 വർഷമായി നടക്കപ്പെടുന്ന കൂട്ടനരയാട്ടം, മനുഷ്യന്മാരെ മനുഷ്യനായിട്ട് വില കണക്കാക്കാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും അനീതി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളിൽ സൈനിക ശക്തിയിൽ 1-ാം സ്ഥാനം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന, അല്ല അങ്ങനെയാണെന്ന് വിധി കൽപ്പിക്കപ്പെടുന്ന അമേരിക്ക എല്ലാ സപ്പോർട്ടോടുകൂടിയും ലോക സൈനിക ശക്തിയിൽ 4-ാം സ്ഥാനത്താണ് ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത്, 1-ാം സ്ഥാനത്ത് അമേരിക്ക. ഈ 2 പേരുടെയും ഒത്താശയോടുകൂടി വർഷങ്ങളായി അവിടെ കൂട്ടൻ കശാപ്പ് നടത്തുകയാണ്. എന്നിട്ടും മഹാ അത്ഭുതം എന്ന് പറയേണ്ടത് 2 വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചു കൊണ്ടുവന്ന അവരുടെ അഭയാർത്ഥികളെ അല്ലെങ്കിൽ തടവുകാരെ അത് മോചിപ്പിക്കാൻ ഇത്രയധികം പരിശ്രമം നടത്തിയിട്ടും ആ വൻ ശക്തികൾക്ക് സാധിച്ചില്ല എന്നത് എന്തോ ഒരു സഹായം അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് യുദ്ധത്തിലും അതിൻ്റെതായ പരിക്കുകളുണ്ടാവും, ഏത് സ്വാതന്ത്ര്യ സമരത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് 2 മുഖങ്ങളുണ്ടായിരുന്നു. ഒന്ന് സമാധാനപരമായ മുഖം, മറ്റൊന്ന് ആയുധങ്ങൾ എടുത്ത് പോരാടണം എന്ന് പറയുന്ന മുഖം. അത് ഈ നമ്മുടെ മലബാർ കലാപം എന്നൊക്കെ പറയുന്നത് ഏത് രൂപത്തിലാണ് വായിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും അതിൻ്റെതായ മുഖങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഇസ്ലാമിക ലോകത്തെ ചരിത്രങ്ങൾ പക്ഷേ യുദ്ധങ്ങളുണ്ടായിരുന്നു. അന്ന് 70 പേർ ഊഹദിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് 70,000 കൊല്ലപ്പെട്ടതിൻ്റെ വാല്യൂ എന്നുണ്ടെന്ന്. കാരണം അന്ന് കുത്തിക്കൊലപാതകം,
കുത്തിയിട്ടാണ് കൊലപ്പെടുത്തുന്നത്, വെടിവെച്ചിട്ടല്ല, ബോംബിട്ടിട്ടല്ല, നേർക്ക് നേരെയുള്ള പോരാട്ടത്തിലാണ് കൊലപ്പെടുത്തുന്നത്. സഹോദരന്മാർ, ഈ 65,000 പേര് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശുഹദാക്കളുടെ പുണ്യം നൽകട്ടെ. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ആണെങ്കിൽ നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. പക്ഷെ മറുപക്ഷത്തുള്ള വൻശക്തികൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇറങ്ങി പുറപ്പെടുന്നത്? അവരുടെ എന്തെങ്കിലും അജണ്ട, പ്രത്യേകിച്ച് ഇസ്രായേലിലെ മന്ത്രിസഭയ്ക്ക് അംഗീകാരം കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. അത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇസ്ലാമികപരമായിട്ട് ഒരു നിയമമുണ്ട്. ആരെങ്കിലും ഒരു സന്ധി സംഭാഷണത്തിന് വന്നാൽ, യുദ്ധത്തിൽ പ്രത്യേകിച്ച് സന്ധി സംഭാഷണത്തിന് വന്നാൽ അത് നിന്ന് കൊടുക്കുക എന്നത് ഇസ്ലാമികപരമായ രീതിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും ഐക ജീവിതത്തിലും സാക്ഷികൾ രംഗത്ത് വരുന്ന ദിവസത്തിലും നാം സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അള്ളാഹു ബാധ്യതയായിട്ട് പറയുന്നത് വിശ്വാസികളെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, അള്ളാഹുവിൻ്റെ കടമയാണ്. പോരലുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, പരിക്കുകൾ ഉണ്ടാവും. പക്ഷെ വിജയം എന്ന് പറയുന്ന ആർക്കാണ്? അത് ആത്യന്തികമായിട്ട് വിശ്വാസികളായിരിക്കും. ഇന്നല്ലദീന യുഹാദൂന അല്ലാഹ വറസൂല ഉലൈക ഫിൽ അദല്ലീൻ എന്ന് പറഞ്ഞു. തീർച്ചയായും അള്ളാഹുമായും അവന്റെ റസൂലുമായി എതിർത്ത് നിൽക്കുന്നവർ ആരാണോ അക്കൂട്ടർ ഏറ്റവും നിന്ദ്യന്മാരുടെ കൂട്ടത്തിലാണ്. ജൂതന്മാർ അതുപോലെ തന്നെ ഏത് ശക്തികളും അവർ നിന്ദ്യന്മാരുടെ കൂട്ടത്തിലാണ്. കതബല്ലാഹു ലഅഗ്ലിബന്ന റസൂലി, ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തീർച്ചയായും ഞാനും എൻ്റെ ദാസന്മാരുമാണ് വിജയിക്കുക എന്നുള്ളത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, അള്ളാഹു ശക്തനും പ്രതാപിയുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കായിരിക്കും ആത്യന്തികമായ വിജയം. പക്ഷെ എന്തുണ്ടാകണം? അവർക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം, അവർക്ക് സുന്നത്തിനോട് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കടപ്പാടുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം. എങ്കിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകും. അവർക്ക് തന്നെയായിരിക്കും വിജയം എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അങ്ങനെ ആയിത്തീരട്ടെ എന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുണ്ടായി, അതുപോലെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിക്രമങ്ങൾ ഉണ്ടായി. ഫലസ്തീൻ ജനങ്ങൾക്ക് ശാശ്വതമായ എപ്പോഴുമുള്ളൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണമെന്ന് കൂടി ഇവിടെ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ ജനങ്ങൾക്ക് ശാശ്വതമായ സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരൊക്കെയും ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള സങ്കല്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉരുത്തിരിച്ച് തീർക്കുമാറാവട്ടെ. അവർക്കൊരു രാഷ്ട്രം എന്നത് നമ്മുടെയൊക്കെയും ആഗ്രഹവും ആശയവുമാണ്. അങ്ങനെയുള്ളൊരു പരിണിതമായ ഫലമാകട്ടെ ഈ സമാധാന സന്ധിയിൽ നിന്നുണ്ടാകേണ്ടത്. എല്ലാ കുതന്ത്രങ്ങളുടെയും കുതന്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടിച്ചു കളയുകയും ഫലസ്തീൻ വാസികളുടെ ശാശ്വതമായ സമാധാനം അവൻ അവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമാക്കുക, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക, വിദഗ്ധകൾ കൈയൊഴിഞ്ഞുകൊണ്ട് ജീവിക്കുക, കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുത്തു തീർക്കുക, സംഗീതം, മ്യൂസിക്, അതുപോലെയുള്ള അനാചാരങ്ങൾ, ധൂർത്തുകൾ അതൊക്കെയും കൈയൊടിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി, ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റിത്തീർക്കണമേ. അല്ലാഹുവേ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, എന്നീ അവസ്ഥകളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യം പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.